Welcome to RK's Stories. പ്രിയ പ്രണയിനി ഭാഗം 53. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. വിശ്വന്റെ അടുത്തേക്ക് എത്തുമ്പോൾ അവന്റെ മുഖത്ത് ലോകം മുഴുവൻ തലയിൽ വീണതുപോലൊരു ഭാവമായിരുന്നു. ഒരു കൈ എളിയിൽ കുത്തി മറ്റേ കൈകൊണ്ട് നെറ്റിയിൽ വെറുതെ കോറിക്കൊണ്ട് അവൻ അവിടെ നിന്നു. അവന്റെ ആ നിൽപ്പ് കണ്ടാൽ തന്നെ അറിയാം ആകെ പെട്ടു നിൽക്കുകയാണെന്ന്. എന്താടാ, എന്താ പ്രശ്നം? കാര്യം ഏകദേശം പിടികിട്ടിയെങ്കിലും ഒന്നും അറിയാത്തതുപോലെ ദേവൻ ചോദിച്ചു. വിശ്വൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. എടാ, ഇവരെ വീട്ടിൽ കൊണ്ടുപോയാക്കണമെന്നാ അമ്മ പറയുന്നത്. അവൻ കിച്ചുവിന്റെ കുഞ്ഞു കൈയിൽ വെറുതെ പിടിച്ച് കിലുക്കിക്കൊണ്ട് നിസ്സഹായതയോടെ ദേവനെ നോക്കി. അതിനെന്താ, ആക്കണം, അതല്ലേ മര്യാദ. ദേവൻ അത് വളരെ നിസ്സാരമായിട്ടെടുത്തു. എടാ, നിനക്കും മനസ്സിലായില്ലേ അമ്മ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്? വിശ്വൻ ശബ്ദമൊന്ന് താഴ്ത്തി. ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വിടുക എന്ന് പറഞ്ഞാലേ അതിനർത്ഥം അമ്മ ആ പറഞ്ഞ കാര്യം ഞാൻ സമ്മതിച്ചു എന്നല്ലേ? പിന്നെ മനസ്സിലാകാതെ കൊള്ളാം. ശാരദാമ്മ ഇന്ന് കാലത്ത് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറഞ്ഞതല്ലേ? അതെ. ഇനിയിപ്പോ പറ്റില്ല എന്ന് പറയാനും പറ്റില്ല. പറ്റില്ല പറ്റില്ല പറഞ്ഞതിനൊപ്പം ദേവൻ തലയും ഒന്ന് കുലുക്കി. ദേവന്റെ മറുപടികൾ കേട്ട് പിന്നിൽ നിന്നും ഗൗരി വാപൊത്തി ചിരിക്കാൻ തുടങ്ങി. അത് കണ്ടതോടെ വിശ്വന്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. അവൻ സംശയത്തോടെ ദേവനെ നോക്കി. നീ എന്താ എന്നെ വരികയാണോ? ആ, ഇത് കൊള്ളാം. ഞാനെന്തിനാ നിന്നെ വരുന്നത്? നിന്റെ അമ്മ തന്നെയല്ലേ പറഞ്ഞത് ഈ വിവാഹം നടക്കുമെന്ന്? നാട്ടുകാരെ മുഴുവൻ അത് കേട്ടതുവാ. ഇനി നീ വാക്ക് മാറിയ ആഭ്യന്തരമന്ത്രിയുടെ വിശ്വസതയാ പോകുന്നത്, പറഞ്ഞേക്കാം. എന്ത് ചെയ്യുന്ന? വിശ്വൻ താടിയിൽ കൈവച്ച് ആലോചനയിലാണ്ടു. അതിനിടയിലാണ് ദേവന്റെ തോളത്തിരിക്കുന്ന കിച്ചു തന്നെ അടിമുടി നോക്കുന്നത് വിശ്വന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു കച്ചവടത്തിന് മുന്നേ സാധനം കൊള്ളാമോ എന്ന് നോക്കും പോലെയാണ് ആശാന്റെ നോട്ടം. ഇവനെന്താടാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? കുഞ്ഞിന്റെ നോട്ടത്തിലെ ഗൗരവം കണ്ട് വിശ്വൻ കൗതുകത്തോടെ അവന്റെ കവളിൽ പിടിച്ചു കൊഞ്ചിച്ചു. എന്താടാ കിച്ചൂട്ടാ? ഓ, അതോ? ദേവൻ മുഖത്തൊരു നിസ്സാര ഭാവം ഇട്ടുവെച്ചു. അതവൻ സ്റ്റഡി ചെയ്യുകയാടാ. ഗൗരിക്ക് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. അവൾ സാരിത്തുമ്പ് കൊണ്ട് വായ പൊത്തിപ്പിടിച്ചു. അതോടെ വിശ്വന്റെ നെറ്റി വീണ്ടും ചുളിഞ്ഞു. എന്തോന്ന്? സംശയം നിറഞ്ഞ മുഖത്തോടെ അവൻ ദേവനെ വീണ്ടും നോക്കുന്നതിനിടയിലാണ് കിച്ചുട്ടന്റെ വിളി വന്നത്. അവൻ കുഞ്ഞിക്കൈ നീട്ടി വിശ്വന്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ചു. ഏയ് ഏയ്! വിശ്വൻ കുഞ്ഞിന്റെ നേരെ തിരിഞ്ഞു. കിച്ചുവിന്റെ മുഖത്ത് വലിയൊരു ബിസിനസ് ഡീൽ ഉറപ്പിക്കാൻ പോകുന്നത്ര ഗൗരവമായിരുന്നു. കിച്ചുവിനെ ബസ് വാങ്ങിത്തരോ? അപ്രതീക്ഷിതമായ ചോദ്യം കേട്ടപ്പോ വിശ്വന്റെ മുഖത്തെ മുറുക്കമയഞ്ഞു. അവൻ വാത്സല്യത്തോടെ ചിരിച്ചുകൊണ്ട് തലകുലുക്കി. പിന്നെന്താ, വാങ്ങിത്തരാലോ. നമുക്കേ വലിയ ബസ് തന്നെ വാങ്ങാം. അവന്റെ കവിളിൽ തട്ടിക്കൊണ്ട് വിശ്വൻ സമ്മതിച്ചു. ഉടനെ എത്തി അടുത്ത ആവശ്യം. മിഠായി? മിഠായും വാങ്ങിത്തരാം, മതിയോ? വിശ്വന്റെ മറുപടി കേട്ടതും കിച്ചുവിന്റെ മുഖം തെളിഞ്ഞു. അവൻ പെട്ടെന്ന് തിരിഞ്ഞ് ദേവനെ നോക്കി തല കുലുക്കി. ഇത് തന്നെ മതി, ഫിക്സ് എന്നൊരു ഭാവം ആ കുഞ്ഞു മുഖത്തുണ്ടായിരുന്നു. അത് കണ്ടതും വായപൊത്തി ചിരി അടക്കാൻ ശ്രമിച്ചിട്ടും ഗൗരി അറിയാതെ പൊട്ടിച്ചിരിച്ചുപോയി. ദേവനും ചിരി കടിച്ചമർത്തുകയായിരുന്നു. ഇവരെന്തിനാ ഇങ്ങനെ ചിരിക്കുന്നതെന്നും കിച്ചു എന്തിനാ ദേവനെ നോക്കി തല കുലിക്കുന്നതെന്നും വിശ്വന് മനസ്സിലായില്ല. എന്തോ പന്തികേടുണ്ടല്ലോ എന്ന് ചിന്തിച്ചും കൊണ്ട് വിശ്വൻ അവരെ സംശയത്തോടെ നോക്കി നിൽക്കുകയാണ് അകത്തുനിന്നും ശാരദാമ്മയുടെ വിളി എത്തിയത്. വിശ്വ, പിള്ളേരെയും കൂട്ടി ഇങ്ങോട്ട് വാ, ചായ എടുത്തു വെച്ചിട്ടുണ്ട്. അതോടെ ആ ഇന്റർവ്യൂ അവിടെ വെച്ച് അവസാനിച്ചു. പക്ഷേ കിച്ചുവിന്റെ മനസ്സിൽ പുതിയ അച്ഛൻ പാസ്സായി കഴിഞ്ഞിരുന്നു. ചായ കുടിച്ചു കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് വലിയൊരു ആഘോഷം കഴിഞ്ഞ പ്രതീതിയായിരുന്നു ആ വീട്ടിൽ. ശാരദാമ്മയുടെയും ഭാരതി ചേച്ചിയുടെയും സ്നേഹവും ദേവന്റെയും ഗൗരിയുടെയും കുസൃതികളും നിറഞ്ഞ നിമിഷങ്ങൾക്കൊപ്പം അനന്തൻ തിരിച്ചു വരുമെന്നുള്ള വൈശാഖിയുടെ പ്രതീക്ഷയും. വിശ്വൻ വീടിന് മുന്നിൽ കിടന്നിരുന്ന കാർ തുറന്നപ്പോ ഭാരതി ചേച്ചി ശാരദാമ്മയോട് യാത്ര ചോദിച്ചു. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ? കാറിന്റെ അടുത്തേക്ക് എത്തിയ അവർ വിശ്വനോടായി പറഞ്ഞു. മോനെ, പോകും വഴി എന്നെ കോളനിയുടെ അടുത്ത് ഒന്ന് ഇറക്കിയാൽ മതി കേട്ടോ. ശരി ചേച്ചി. വിശ്വൻ തലകുലുക്കി. അപ്പോഴേക്കും ശാരദാമ്മയുടെ കയ്യിൽ നിന്നും അവസാനത്തെ ദോശക്കഷ്ണവും വായിലാക്കി കിച്ചു തെന്നി തെറിച്ചു വന്ന് വിശ്വന്റെ കാലിൽ കെട്ടിപ്പിടിച്ചു. നേരത്തെ ദേവനങ്കിൾ പറഞ്ഞതുപോലെ അമ്മാമ്മയോട് ചോദിച്ച് പുതിയ അച്ഛനെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള അനുവാദം വാങ്ങിയതിന്റെ ത്രില്ലിലായിരുന്നു ആശാൻ.
വിശ്വൻ ചിരിച്ചുകൊണ്ട് അവനെ എടുത്തുയർത്തി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിട്ട് കിച്ചുവിനെ മടിയിലേക്ക് ഇരുത്തി. രശ്മിക പിന്നിലെ ഡോർ തുറക്കാൻ തുനിഞ്ഞപ്പോ ഭാരതി ചേച്ചി അവളെ തടഞ്ഞു. അയ്യേ, ഇതെന്തോന്നാ മോളെ എങ്ങനെ? നമ്മുടെ ഈ ആഭ്യന്തര മന്ത്രിയെ വെറും ഡ്രൈവർ ആക്കാനോ? മോളിതെ ആ മുന്നിലേക്ക് കയറിക്കോ, ഞാൻ പിറകിലിരുന്നോളാം. നിർബന്ധപൂർവം അവർ അവളെ മുന്നിലേക്ക് തള്ളിവിട്ടു. വല്ലാത്തൊരു പരുങ്ങലോടെയാണ് രശ്മിക മുന്നിലെ ഡോറിനടുത്തേക്ക് ചെന്നത്. വിശ്വന്റെ തൊട്ടടുത്ത് ഇരിക്കുക എന്നത് അവളെ വല്ലാതെ ടെൻഷൻ അടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഡോർ തുറക്കുന്നതിന് മുന്നേ അവൾ വെറുതെ ഒന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. വരാന്തയിൽ ശാരദാമ്മയും ദേവനും ഗൗരിയും വൈശാഖിയുമെല്ലാം നിറഞ്ഞ ചിരിയോടെ നിൽക്കുന്നു. ശാരദാമ്മ കൈവീശി കാണിച്ചപ്പോ അവരെ നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരുത്തിയിട്ട് അവൾ ഡോർ തുറന്ന് കാറിനകത്തേക്ക് കയറി. അകത്ത് കിച്ചു വിശ്വന്റെ മടിയിൽ വലിയ ഗമയിലിരിപ്പുണ്ട്. കുഞ്ഞിക്കൈകൾ കൊണ്ട് സ്റ്റിയറിംഗിൽ പിടിച്ച് വണ്ടി ഓടിക്കാനുള്ള തത്രപ്പാടിലാണ് കക്ഷി. വാഗൊണ്ട് തന്നെ വണ്ടിയുടെ സൗണ്ടും ഹോണും ഒക്കെ ആശാൻ കൊടുക്കുന്നുമുണ്ട്. വിശ്വൻ ചിരിയോടെ കാർ സ്റ്റാർട്ട് ചെയ്തു. അത് കണ്ടതും രശ്മിക വേവലാതിയോടെ കിച്ചുവിന് നേരെ കൈ നീട്ടി. കിച്ചു, ഇങ്ങ് വാ, അങ്കിളിന്റെ വണ്ടി ഓടിക്കണ്ടേ? പക്ഷെ അവൻ വഴങ്ങാതെ അമ്മയുടെ കൈ തട്ടി മാറ്റി. കിച്ചു അച്ഛന്റെ കൂടെ വണ്ടി ഓടിക്കുക. അവൻ പറഞ്ഞ വാക്ക് കേട്ട് വിശ്വന്റെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. അവൻ ഞെട്ടലോടെ രശ്മികയെ ഒന്ന് നോക്കി. അവളുടെ മുഖം ചുവന്നു തുടുത്തിരുന്നു. എന്നാൽ പിന്നിലിരുന്ന ഭാരതി ചേച്ചി വാ പൊത്തിച്ചിരിച്ച് ആ കാഴ്ച ആസ്വദിക്കുകയായിരുന്നു. എന്താ കിച്ചുട്ടൻ നീ പറയുന്നേ? ഇത് കിച്ചുട്ടന്റെ അച്ഛയല്ല, അങ്കിളാ. രശ്മിക തിടുക്കത്തിൽ കുഞ്ഞിനെ തിരുത്താൻ ശ്രമിച്ചു. പക്ഷെ കിച്ചു വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അവൻ തറപ്പിച്ചു പറഞ്ഞു, ഇത് കിച്ചുന്റെ അച്ഛയാ. അമ്മ പറഞ്ഞല്ലോ, അങ്കിളും പറഞ്ഞു. അച്ഛ കിച്ചുവിനെ ട്യൂഷൻ വാങ്ങിത്തരാനും പറഞ്ഞു. താൻ കേട്ട കാര്യങ്ങൾക്കും കിട്ടാൻ പോകുന്ന സമ്മാനങ്ങൾക്കും കൃത്യമായ ഉറപ്പുണ്ടായിരുന്നു അവന്. അതും പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് തിരിഞ്ഞ് വിശ്വന്റെ താടിക്ക് പിടിച്ചു വലിച്ചു. ഇല്ലേ, പഞ്ഞില്ലേ? താൻ പറഞ്ഞത് ശരിയല്ലേ എന്ന അർത്ഥത്തിൽ അവൻ വിശ്വന്റെ മുഖത്തേക്ക് നോക്കി. രശ്മികയുടെയും ഭാരതി ചേച്ചിയുടെയും മുന്നിൽ വെച്ച് ധർമ്മസങ്കടത്തിൽപ്പെട്ടതുപോലെ ഇരിക്കുകയായിരുന്നു വിശ്വൻ. ആ കുഞ്ഞു മനസ്സ് വിഷമിപ്പിക്കുവാൻ അവന് തോന്നിയില്ല. ഓ, പറഞ്ഞു. പെട്ടെന്ന് തന്നെ അവൻ അത് സമ്മതിച്ചും കൊടുത്തു. അത് കേട്ടതും രശ്മികയ്ക്ക് എന്തോ ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. ഡാ, ഇങ്ങ് വാടാ. അവൾ അല്പം ശബ്ദമുയർത്തി. അമ്മയുടെ ദേഷ്യം കണ്ടതും കിച്ചൂട്ടന്റെ മുഖം വാടി. അവൻ ചുണ്ടു പിളർത്തി വിതുമ്പാൻ തുടങ്ങി. എന്തിനാ മോളെ വെറുതെ ആ കൊച്ചിനെ കരയിക്കല്ലേ? അതവിടെ ഇരുന്നോട്ടെ, വിഷുവിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഭാരതി ചേച്ചി ഇടപെട്ടു. ഏയ് ഇല്ല ചേച്ചി. വിശ്വൻ ചിരിച്ചുകൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു. അതോടെ രശ്മിക തോൽവി സമ്മതിച്ച് സീറ്റിലേക്ക് ചാരി. അമ്മ തന്നെ അച്ഛന്റെ കയ്യിൽ നിന്നും മാറ്റില്ല എന്നുറപ്പായതോടെ കിച്ചുവിന്റെ മുഖത്ത് വീണ്ടും ചിരി വിരിഞ്ഞു. അവന്റെ കുഞ്ഞി കൈകൾ വീണ്ടും സ്റ്റിയറിംഗിലായി. അവരെയും കൊണ്ട് ചേലക്കല് ഗേറ്റും കടന്ന് ആ കാർ പതുക്കെ മുന്നോട്ട് നീങ്ങി. കവലയിലേക്ക് എത്തിയപ്പോ ആ തിരക്കുകൾക്കിടയിലേക്ക് വിശ്വൻ കാർ ഒതുക്കി. കിച്ചൂട്ടാ, വാ, നമുക്ക് പോയി മിഠായി വാങ്ങാം. വിശ്വം പറഞ്ഞതും കിച്ചു ആവേശത്തോടെ അവന്റെ തോളിലേക്ക് ചാടിക്കയറി. ഇത്രയും നാളും സ്വന്തം അച്ഛന്റെ കൈകളിൽ ഇരുന്നു കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുവാനോ കളിപ്പാട്ടങ്ങൾ വാങ്ങുവാനോ ഉള്ള ഭാഗ്യം ആ കുഞ്ഞിന് ലഭിച്ചിരുന്നില്ല. അതിന്റെ എല്ലാ സന്തോഷവും ആ കുഞ്ഞിക്കണ്ണുകളിൽ തിളങ്ങി നിൽപ്പുണ്ടായിരുന്നു. വിശ്വൻ അവനെയും കൊണ്ട് അടുത്തുള്ള ഫാൻസി കടയിലേക്ക് കയറി. കിച്ചുവിന് വേണ്ട വലിയൊരു ബസ്സും അതുകൂടാതെ ഒരു കാറും ജീപ്പും കൈ നിറയെ ചോക്ലേറ്റുകളും അവൻ വാങ്ങിക്കൊടുത്തു. ബസ് കയ്യിൽ പിടിച്ചിട്ട് ബാക്കിയെല്ലാം അവൻ ദേവനെ തന്നെ തിരികെ ഏൽപ്പിച്ചു. ഒരു കയ്യിൽ കളിപ്പാട്ടങ്ങളടങ്ങിയ കിറ്റും മറുകൈയിൽ കിച്ചുവിനെയും എടുത്തുകൊണ്ട് തിരികെ കാറിനടുത്തേക്ക് നടക്കുമ്പോൾ കവലയിലും കരുണേട്ടന്റെ ഹോട്ടലിലും ഉണ്ടായിരുന്ന നാട്ടുകാരിൽ പലരും വിശ്വനെ കണ്ട് കൈ വീശി കാണിക്കുകയും അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തു. കലക്കി വിശ്വ, സദാനന്ദനെ അങ്ങ് കൂട്ടിച്ചില്ലേ? ചിലർ ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു. എന്നാൽ ആ കൂട്ടത്തിൽ കരുണേട്ടന്റെ ഹോട്ടലിലെ സ്ഥിരം കുറ്റിയായ വാസുപിള്ള മാത്രം പരിഹാസച്ചിരിയോടെ വരാന്തയിൽ നിൽപ്പുണ്ടായിരുന്നു. ചായ ഗ്ലാസ് കയ്യിൽ പിടിച്ചുകൊണ്ട് അയാൾ വിശ്വന്റെ നേരെ നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു, എടാ വിശ്വ, നിനക്ക് ഗോൾ അടിച്ചല്ലോടാ. മേലനങ്ങാതെ ഒരു കൊച്ചിന്റെ തന്തയാകാൻ പറ്റിയില്ലേ? ഭാഗ്യവാൻ. അയാളുടെ ആ ദ്വയാർത്ഥം വെച്ചുള്ള സംസാരവും കളിയാക്കലും കേട്ട് വിശ്വൻ തിരിഞ്ഞു നിന്നു. അത് കേട്ട് അവിടെ നിന്നിരുന്ന പാർട്ടിക്കാരായ പിള്ളേര് രോഷത്തോടെ വാസുപിള്ളയുടെ നേരെ അടുത്തു. അലവലാതിത്തരം പറയുന്നോടോ കളവോ? കൂട്ടത്തിലൊരുത്തൻ അയാളെ കൈ വെക്കാൻ മുതിർന്നു. എന്നാൽ വിശ്വൻ ശാന്തനായി കൈ ഉയർത്തി അവരെ തടഞ്ഞു. എടാ വേണ്ട, വിട്ടേക്ക്. വിശ്വൻ കിച്ചുവിനെ ഒന്നുകൂടി നെഞ്ചോട് ചേർത്ത് പിടിച്ചു.
എന്നിട്ട് വാസുപ്പിള്ളയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി ചുറ്റും നിൽക്കുന്നവർക്ക് കേൾക്കാൻ കൂടി പാകത്തിൽ മറുപടി കൊടുത്തു. പിള്ളച്ചേട്ടാ, സ്വന്തം ജോലിയിൽ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കാൻ ആർക്കും വലിയ പാടൊന്നുമില്ല. അതിനുവേണ്ടി മേലനങ്ങുക എന്ന് പറയുന്നതും അത്ര വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ ജനിപ്പിച്ച തന്ത പോലും വേണ്ട എന്ന് വെച്ച ഒരു കുഞ്ഞിനെ സ്വന്തം നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവനൊരു അച്ഛനാകണമെങ്കിലേ അതിനാർത്തം മാത്രം പോരാ, നല്ലൊരു മനസ്സ് കൂടി വേണം. വിശ്വൻ ഒന്ന് നിർത്തി ഉച്ചത്തോടൊന്ന് ചിരിച്ചു. അതുകൊണ്ട് പിള്ളച്ചേട്ടൻ നാവടക്കി ആ ചായയും കുടിച്ച് അവിടെ തന്നെ അങ്ങ് ഇരുന്നോ. വെറുതെ ബാക്കിയുള്ളവരുടെ കൈക്ക് പണി ഉണ്ടാക്കരുത്. വിശ്വന്റെ ആ മറുപടി കേട്ടതും ഓടി നിന്നവർ ചിരിയായി. വാസുപിള്ള മറുപടിയില്ലാതെ തല കുനിച്ച് ചായ ഗ്ലാസ്സിലേക്ക് നോക്കിയിരുന്നു പോയി. വിശ്വൻ തിരികെ വന്ന് കാറിൽ കയറി. രശ്മിക വീണ്ടും അവനെ എടുക്കാൻ നോക്കിയെങ്കിലും കിച്ച് വിശ്വന്റെ മടിയിൽ തന്നെ ഇരുന്നതേയുള്ളൂ. അവൻ സ്റ്റിയറിംഗ് വിട്ട് കയ്യിലിരുന്ന ബസ് കൊണ്ടായി കളി എന്ന് മാത്രം. വിശ്വൻ കാറ് മുന്നോട്ടെടുത്തു. കവല പിന്നിട്ട കാർ വിജനമായ റോഡിലേക്ക് കടന്നതോടെ കാറിനുള്ളിൽ കിച്ചുവിന്റെ കളിച്ചിരികൾ മാത്രം ഉയർന്നു. എന്നാൽ രശ്മികയും വിശ്വനും വല്ലാത്തൊരു വീർപ്പുമുട്ടലിലായിരുന്നു. വിശ്വന്റെ മനസ്സിൽ അമ്മ പറഞ്ഞ വാക്കുകളായിരുന്നു. അമ്മ എടുത്തു ചാടി നാട്ടുകാർക്ക് മുന്നിൽ വെച്ച് വിവാഹ കാര്യമൊക്കെ വിളിച്ചു പറഞ്ഞു. ഇനി അത് മാറ്റി പറയാൻ പറ്റില്ല. പക്ഷേ രശ്മികയുടെ അഭിപ്രായം എന്തായിരിക്കും? അവളുടെ സമ്മതമില്ലാതെ വിവാഹം അടിച്ചേൽപ്പിക്കാൻ വിശ്വന് താല്പര്യമില്ലായിരുന്നു. എങ്ങനെ അവളോട് അത് ചോദിക്കും? ചോദിച്ചാൽ അവൾ എന്ത് കരുതും? താൻ ഈ സാഹചര്യം മുതലെടുക്കുകയാണെന്ന് അവൾ തെറ്റിദ്ധരിക്കുമോ? അതേസമയം രശ്മികയുടെ മനസ്സിലും ഇതേ ചോദ്യങ്ങൾ ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുകയായിരുന്നു. വിശ്വൻ സാറ് ചോദിച്ച എന്ത് മറുപടി പറയും? തന്റെയും മകന്റെയും ജീവൻ രക്ഷിച്ച ആളാ. തങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും പണയം വെച്ച ആൾ. അങ്ങനെ ഒരാളെ വിവാഹകാര്യം ചോദിച്ച എങ്ങനെ എതിര് പറയും? മനസ്സുകൊണ്ടൊരു വിവാഹത്തിന് താൻ തയ്യാറാണോ എന്ന് അവൾക്കറിയില്ലായിരുന്നു. പക്ഷെ വിശ്വനെ പോലെ ഒരാളെ നിരസിക്കുന്നത് നന്ദി കേടാകുമോ എന്ന ഭയവും അതോടൊപ്പം അവളെ വേട്ടയാടി. ഇതൊരു വിട്ടുവീഴ്ചയാണോ അതോ പുതിയൊരു ജീവിതമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. രണ്ടുപേരും പരസ്പരം നോക്കാൻ പോലും മടിച്ചെങ്കിലും യാത്രയ്ക്കിടയിൽ പലവട്ടം വിശ്വന്റെ കണ്ണുകൾ രശ്മികയുടെ മുഖത്തേക്ക് പാളി വീണു. അവൾ എന്ത് ചിന്തിക്കുന്നു എന്നറിയാനുള്ള വെപ്രാളമായിരുന്നു ആ നോട്ടത്തിൽ. എന്നാൽ വിശ്വൻ നോക്കുന്നത് കാണുമ്പോൾ അവൾ പെട്ടെന്ന് ജാള്യതയോടെ മുഖം വെട്ടിച്ച് കാറിന്റെ ചില്ലിലൂടെ പുറത്തേക്ക് നോക്കും. തിരിച്ചും അങ്ങനെ തന്നെ. അവളൊന്ന് പാളി നോക്കുമ്പോൾ വിശ്വൻ പെട്ടെന്ന് കണ്ണെടുത്ത് റോഡിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഒരു ചോദ്യത്തിനു വേണ്ടി കാത്തു നിൽക്കുന്ന രണ്ടു മനസ്സുകൾ. പക്ഷേ ആ ചോദ്യം ചോദിക്കാൻ വിശ്വനും ഉത്തരം നൽകാൻ രശ്മികയും ഭയക്കുന്നുണ്ടായിരുന്നു. കാർ മുന്നോട്ട് കുതിക്കുമ്പോഴും തങ്ങളുടെ ജീവിതം എങ്ങോട്ട് തിരിയുമെന്നറിയാതെ ഒരു ചോദ്യചിഹ്നം അവർക്കിടയിൽ അവശേഷിച്ചു. മുൻ സീറ്റിലെ ഈ കണ്ണാരം പൊത്തിക്കളി കാണുന്നുണ്ടായിരുന്ന ഭാരതി ചേച്ചി എല്ലാം മനസ്സിലായതുപോലെ വാ പൊത്തി ചിരി അടക്കി പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ തുടരും. പ്രിയ പ്രണയിനി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക് യു. See you soon.